ഹായ് ഫ്രണ്ട്സ്, ഞാൻ അശ്വതി മിഥുൻ. വെൽക്കം ടു കാറ്റ്വാക്ക് ഫാഷൻസ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഫാഷൻ ഡിസൈനിങ് എന്നുള്ളതിനെ കുറിച്ചാണ്. പലർക്കും പല സംശയങ്ങളും ഉണ്ടാവാം. മിക്കവാറും നമ്മുടെ പാരൻസിനൊക്കെ ഉള്ളൊരു സംശയമാണ് എന്താണ് ഫാഷൻ ഡിസൈനിങ് എന്നുള്ളതിനെ കുറിച്ച്. അതായത് മോഡലിംഗ് ആണോ, അതോ ഡ്രസ് ഡിസൈനിങ് ആണോ, ടൈലറിങ് ആണോ എന്നൊക്കെയുള്ള പല ഡൗട്ടുകളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു വിശദീകരണം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഫാഷൻ ഡിസൈനിങ്ങിൽ ടൈലറിങ് ആണോ വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ടൈലറിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, പക്ഷേ ടൈലറിങ് മാത്രമല്ല ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. ടൈലറിങ് നമ്മളുടെ ഒരു സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ പല സബ്ജക്റ്റുകളും നമുക്ക് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്ന സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സർഫസ് ഓർണമെൻറ്റേഷൻ, പാറ്റേൺ മേക്കിംഗ്, ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ, മെർച്ചൻഡൈസിങ്, ടെക്സ്റ്റൈൽ സയൻസ്, അതുപോലെ വരുന്നതാണ് ടൈലറിങ് മെത്തേഡുകളും. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകളും ഒത്തിണങ്ങി വരുന്നതാണ് ഫാഷൻ ഡിസൈനിങ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫാഷൻ ഡിസൈനിങ് എന്താണ്? അതായത് ഒരു ആർട്ട് ഓഫ് ഡിസൈനിങ് ആണ് ഫാഷൻ ഡിസൈനിങ് എന്ന് വെച്ചാൽ. അതായത് നമ്മളുടെ മുമ്പിൽ കാണുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വസ്തുക്കളുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട് അല്ലേ? നമ്മുടെ മുമ്പിലുള്ള ചെറിയൊരു പുഴുവിനാണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ളൊരു സൗന്ദര്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ സൗന്ദര്യത്തിനെ മാക്സിമം എൻഹാൻസ് ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതാണ് ഒരു ഡിസൈനറുടെ കഴിവെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ സൗന്ദര്യത്തെ മാക്സിമം നമ്മൾ എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് നമ്മളിതിൽ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ പല ഡിഫക്റ്റുകളുള്ള ആൾക്കാരുണ്ടാവാം, പല സ്കിൻ ടോണിലുള്ള ആൾക്കാരുണ്ടാവാം, പല ശരീര ആകൃതികളിലുള്ള ആൾക്കാരുണ്ടാവാം, തടിച്ചവരും മെലിഞ്ഞവരും കറുത്തവരും ഇരുനിറത്തിലുള്ളവരും വെളുത്തവരും, അങ്ങനെ പല ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിലൊക്കെ പല സ്കിൻ ടോണിലുള്ള ആൾക്കാർ നമ്മളുടെ ചുറ്റിനുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ഡിസൈനുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അതിനുവേണ്ടി നമ്മൾ അതിലുള്ള പ്രിൻറ്റുകൾ, മെറ്റീരിയൽസ്, കളേഴ്സ് എല്ലാം നമുക്കറിയണം. ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും തിരഞ്ഞെടുക്കാനായിട്ട്. നിറത്തിനനുസരിച്ച് വേണം നമ്മൾ അവർക്കുള്ള കളേഴ്സ് ചോയ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിണങ്ങിക്കൊണ്ടുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ് ഫാഷൻ ഡിസൈനിങ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സർഫസ് ഓർണമെൻറ്റേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്നത് ഒരു പ്രതലത്തിൽ, അതായത് ഒരു മെറ്റീരിയലിൻ്റെ പ്രതലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മോടി പിടിപ്പിക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതെല്ലാം നമ്മൾ സർഫസ് ഓർണമെൻറ്റേഷനിൽ പെടുത്തും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാൻഡ് എംബ്രോയിഡറി വർക്കുകൾ, മെഷീൻ എംബ്രോയിഡറി വർക്കുകൾ, ആരി വർക്കുകൾ, അങ്ങനെ എല്ലാതും. അതുപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റിങ്ങുകൾ, മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ, ഇതൊക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സീക്വൻസ് വർക്കുകൾ, ബീഡ് വർക്കുകൾ എല്ലാം നമ്മൾ ഇതിൽ പെടും. അപ്പോൾ ഒരു പ്രതലത്തിലെ മാക്സിമം നമ്മൾ എത്രത്തോളം ഭംഗി പിടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം, അതെല്ലാം സർഫസ് ഓർണമെൻറ്റേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫാഷൻ ഇല്യൂസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ മനസ്സിൽ കണ്ട് അതുപോലെ നമ്മൾ ഒരു പേപ്പറിലേക്ക് പകർത്തണം. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് കളർ കോമ്പിനേഷനാണ്, അതിൽ എന്തൊക്കെ വർക്കുകൾ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതെല്ലാം നമ്മൾ ഇല്യൂസ്ട്രേഷൻ വഴിയാണ് ഏറ്റവും ആദ്യം കണ്ടെത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൈകൊണ്ട് വരച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാഷൻ ഇല്യൂസ്ട്രേഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് പാറ്റേൺ മേക്കിംഗ്. പാറ്റേൺ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ്ങിന് മുമ്പായിട്ട് ഒരു ഗാർമെൻറ്റ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. മെഷർമെൻറ്റ്സ് വെച്ച് കൺസ്ട്രക്ട് ചെയ്ത് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് പാറ്റേൺ മേക്കിംഗ് എന്ന് പറയുന്നത്. ഒരു ഫാഷൻ ഡിസൈനിങ്ങിനും ഒരു ടൈലറിങ്ങിനും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നൊരു സബ്ജക്റ്റും കൂടിയാണ് പാറ്റേൺ മേക്കിംഗ്. അതുപോലെ തന്നെ ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ, ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഒരു ഗാർമെൻറ്റ് എങ്ങനെ ഔട്ട്പുട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫാഷൻ ഡിസൈനിങ്ങിൽ വരുന്നുണ്ട്. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടാണ് ഈ എല്ലാ സബ്ജക്റ്റുകളും കൂടി ചേർന്ന് വരുന്ന ഫൈനൽ ഔട്ട്പുട്ടാണ് ടൈലറിങ്ങിലൂടെ നമ്മളൊരു ഗാർമെൻറ്റായി പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ ടൈലറിങ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ ടൈലറിങ് മാത്രമാണോ ഫാഷൻ ഡിസൈനിങ് ചോദിച്ചാൽ ഒരിക്കലും അല്ല. തുടർന്നുള്ള നമ്മുടെ വീഡിയോസിൽ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ വരുന്നത് സർഫസ് ഓർണമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ബേസിക് സ്റ്റെപ്പ് മുതൽ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബേസിക് സ്റ്റിച്ചസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ ഒരു ഔട്ട്പുട്ടും, അതായത് അത് എങ്ങനെ ഡ്രസ്സിൽ വർക്ക് ചെയ്തിട്ട് കാണിക്കാം എന്നുള്ളതും കൂടി നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും.
അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇത് തികച്ചും വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ കഴിയാത്തവർക്കും അതുപോലെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും സാധിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. അവർക്ക് വേണ്ടിയിട്ടാണ്. മാക്സിമം ഇത് വലിച്ചു നീട്ടാതെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രാക്ടിക്കൽ വൈസും തിയറി വൈസും നമ്മളെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പം ഇനി അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ബൈ.